അമ്മയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു 2 വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു. ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു 1 BHK അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലും ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. വർക്കില്ല ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷൻ, ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കള്ളുകൂടി, കഞ്ചാവടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അതെനിക്കിഷ്ടമുള്ള വിഷയമാണ്. സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക വരെ ഇരുന്ന് വലിക്കും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം. അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, അതുവരെയും ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെയാണെന്നോ തോന്നിയിരുന്നത്? ഉപേക്ഷിക്കപ്പെട്ടു നമ്മൾ ഒന്നെന്താ അറിയോ, നമ്മൾ വലിയ കാര്യത്തിൽ വിചാരിച്ചിരുന്ന ആരൊക്കെയോ നമ്മളെ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? അങ്ങനെയല്ല. അതിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ പറയുക, നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പറയുന്ന കുത്തുവാക്കുകളും അവനെ ഇട്ടിട്ട് പോയല്ലോ, ഇതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ നമുക്കൊരു വിരക്തിയാണ്. ഇനിയിപ്പോൾ എന്ത് പുല്ല് എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ്. അവർക്കൊരു ഒരാൾ സപ്പോർട്ടില്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഒന്നുമില്ലാതെ മീൻസ് ഈ ലഹരി വസ്തുക്കൾ ഒന്നുമില്ലാതെ വെള്ളമടിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സമ്മതിക്കണം. അതൊരു ഭയങ്കര പവറുള്ള ആൾക്കാർക്ക് പറ്റും. സാധാരണ എന്നെ പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും അത് പറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലേക്കൊക്കെ അങ്ങ് പോകും, സ്വാഭാവികമായും പോകും, ഇതിലേക്ക് പോകും, നമ്മൾ വഴിതെറ്റി പോകും എന്നുള്ള ഷുവറാണ്. അതിന് നമുക്കൊരു പാർട്ട്ണർ വേണം എപ്പോഴെങ്കിലും. ഇതിനിടയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ജയ്സേട്ടൻ, ഇപ്പം നമ്മുടെ ഗുമസ്തനിലെ ജയ്സേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പം ജയ്സേട്ടൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ തന്നെ കള്ളുകൂടി കമ്പനി തന്നെ ഇരിക്കുന്ന സമയത്ത് ജയ്സേട്ടൻ എന്നോട് പറഞ്ഞു, ജിഷ്ണ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നമുക്കെപ്പോഴും ആവശ്യമാണ് എന്ന് വെച്ചാൽ. ജയ്സേട്ടൻ പറഞ്ഞു, എൻ്റെ ഈ 2 കൈയും കാലും ഒടിഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ. ഇത് രണ്ടും നമുക്കൊരു ബാത്റൂമിൽ പോകാൻ, നമ്മളെ ഒന്ന് കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് തരാൻ ഒരാൾ, അത് നമുക്ക് അമ്മയെ കൊണ്ട് ചിലപ്പോൾ പറ്റിയതല്ല, നമ്മൾ മുതിർന്ന ഒരാളാണ്, പക്ഷേ അതൊരു പാർട്ട്ണറെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ, അത് ഞാനിപ്പോഴും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഒരു മാരേജോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഓക്കെ, അത് ഉറപ്പിക്കാം, മാരേജ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ. എന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നിടത്തോളം, എനിക്ക് മനസ്സിലാക്കിയിടത്തോളം അത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി ആ ഒരു കിട്ടിയ ആ ഒരു ബാന്ധവം മാത്രമേ ഉള്ളൂ അതിൽ, അല്ലാതെ അതിൽ വേറെ ഇമോഷണൽ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. അതിനെക്കൊണ്ടൊരു പിന്നെ ഇത് പിരിക്കാനാണ് പാട് അല്ലേ? ഇത് പിരിക്കാൻ വേണ്ടിയാണ് പാട്. പിന്നെ കോടതിയിൽ പോയി നിൽക്കണം, യുഎസിൽ പോയി നിൽക്കുമ്പോൾ 4 പേര്, നമുക്ക് അത്യാവശ്യം 4 പേര് കണ്ടാൽ തിരിച്ചറിഞ്ഞ ആൾക്കാരാണല്ലോ. അപ്പോൾ പോകുമ്പോൾ അവർ ഇതൊക്കെ അനുഭവിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം, മറ്റേ വീട്ടുകാർ വന്ന് ചർച്ച ചെയ്യണം, മറ്റവർ ചർച്ച ചെയ്യണം. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആരെ ഇഷ്ടമുണ്ടോ അവരോട് കൂടെ ജീവിച്ചാൽ പോരെ. അതിന് കല്യാണത്തിൻ്റെ കാര്യം എന്താ? വിവാഹ സങ്കല്പമില്ല. പക്ഷേ നമ്മളെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ആരൊക്കെ പോയാലും നമ്മുടെ കൂടെ ഒരാളുണ്ടാവണം എന്ന് ബോധം വരുത്തി ഈ ജയ്സേട്ടൻ്റെ വാക്കുകൾ. അപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അത് വേണ്ട, സ്നേഹത്തോടെയെങ്കിലും നമ്മളെടുക്കുക, വേണ്ട കേട്ടോ അത് ഒഴിവാക്ക് എന്ന് പറയാൻ, സ്നേഹത്തോടെ പറഞ്ഞാലേ കേൾക്കും കേട്ടോ. ഞാൻ പറഞ്ഞാക്കാത്ത ഒരുത്തരാണ്. ആരെങ്കിലും കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും, അതാണ് സ്വഭാവം. പക്ഷെ സ്നേഹത്തോടെ വേണ്ട കേട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, ഒരു വലിയ ബാഡ് ഹാബിറ്റ്, ഐ മീൻ ഇത് തന്നെ, ജോയിൻ്റ് അടി. ഓക്കെ, ഞാൻ ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ കേസ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഞ്ചാവ് അടിക്കുമായിരുന്നു, യൂസ് ചെയ്ത്. പക്ഷേ ആ സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് ഞാൻ ഒഴിവാക്കിയത് അവൾ കാരണമാണ്, അമ്മയെ കാരണമാണ് ഇത് ഒഴിവാക്കിയത്. എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം ഞാൻ തന്നെ മാറുന്നു. അത് എനിക്കും കൂടി തോന്നിയിട്ടാട്ടോ, എനിക്കും കൂടി തോന്നണം, ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ, എനിക്കും കൂടി ഞാൻ ഇങ്ങനെ മാറ്റങ്ങൾ നിങ്ങളെ ഇതിൽ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെ അല്ലായിരുന്നു ഞാൻ.
എന്നുവെച്ചാൽ പല സമയത്തും കറക്റ്റ് ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് രാവിലെ 7 മണിക്ക് പറഞ്ഞാൽ 7 മണിക്ക് എത്തുന്ന ആളാണ്. അതെ, ഈജിപ്ഷ്യന്റെ വൃത്തി, ഇതിന്റെ കൃത്യനിഷ്ഠത, അച്ചടക്കം വളരെ ഫേമസ് ആണ് അതൊക്കെ. ആ വൃത്തിയും എനിക്ക് നീറ്റായിരിക്കണം, വീടായാലും ഇതൊക്കെ നീറ്റായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൈവിട്ട് പോയിരുന്നു. അതൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് വൃത്തിയുടെ കാര്യമല്ല, ലൈക്ക് ഓർഡർ. ആ ഓർഡർ. ഞാനിപ്പം ലൊക്കേഷൻ ഷൂട്ടിന് പോകണം, നാളെ എനിക്ക് ഷൂട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം എനിക്ക് എത്തണം. ഞാൻ എന്ത് ചെയ്യും, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഓക്കെ രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റെഡിയാവാൻ തുടങ്ങും. തീരൂല, നമ്മൾ ലാഗായിരിക്കും. ലൈക്ക് ഈ ഡ്രഗ്സിൻ്റെ തലേദിവസത്തെ ഹാങ് ഓവർ ആയിരിക്കും, വാട്ട് എവർ, നമ്മൾ ലാഗായിരിക്കും. പാക്ക് ചെയ്യുന്നു, അപ്പോൾ എന്താ പറയുക, പോയിട്ട് ഒരെണ്ണം വലിക്കാം, വലിക്കും, വീണ്ടും താഴെ വരും, ഇറങ്ങി വീണ്ടും ഇനി കുറച്ച് ഭക്ഷണം, ചായ എന്നൊക്കെ കുടിക്കാം, ചായ കൂടി. ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത് ഞാൻ ഇറങ്ങുന്നത് രാത്രി 10 മണിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ ലൊക്കേഷനിലൊക്കെ കറക്റ്റ് സമയത്ത്. പിന്നെ ഞാൻ അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ ഇത് യൂസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു തൊഴിലാണ്. എന്ന് വെച്ചാൽ തൊഴിലിൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴോ ഇതില്ല. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു അതാർക്കും നോക്കണ്ട. അതെ അതെ, അതിന് ശേഷം ചിലപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ടിരിക്കുക, അതൊരു വേറെ വൈബായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ഞാനത് എനിക്കൊരു 2-3 വർഷത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് ഹാബിറ്റ് ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു ജൂലൈ 10-ാം തീയതി ഇന്നത്തേക്ക് ഇത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ, ഡിസംബർ 5 മാസം ആകുമ്പോൾ 3 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, മോശം ലൈഫ് സ്റ്റൈൽ ഞാനത് പൂർണ്ണമായും നിർത്തിയിട്ട് 5 മാസത്തോളമായിരുന്നു. എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല, എന്ന് വെച്ചാൽ നിങ്ങളൊരു 3rd സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല, അത് മനസ്സിലാവും, അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലോട്ട് മാറുന്നു. അല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മറ്റു ഷോകളിലൂടെ ആയാലും അല്ലെങ്കിൽ സീരിയലിലൂടെ ആയാലും, ഐ മീൻ സീരിയലിന്റെ ഈ BTS അല്ലെങ്കിൽ മറ്റ് ഭാഗമായിട്ടുള്ള റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ, സ്റ്റാർ മാജിക്, അതിൽ വളരെ ജോവിയലായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ, ചിരിച്ച് കളിച്ച് കൗണ്ടർ അടിച്ച്. പക്ഷെ എന്നിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതാണ്, എന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമോ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒറ്റപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവർ പിന്നെ ഈ ഒറ്റപ്പെട്ടിട്ട് തന്നെ പോകും, അവരൊരു സൈഡാക്കപ്പെടും, ഒരു ഭാഗത്തേക്ക് ആയിട്ട് നിന്ന് പോകും. അപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 3rd സ്റ്റേജിലുണ്ടായിരുന്നു ഞാൻ. എന്നോട് പറഞ്ഞു, സാധാരണ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ, അപ്പോൾ ഇങ്ങനെ ഇനി വല്ലപ്പോഴും ഒക്കെ എന്ന് വിചാരിച്ച് നിർത്തുന്ന പരിപാടിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഫുൾ സ്റ്റോപ്പ്. ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അതെൻ്റെ ഒരു ശൈലിയാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തല പോയാലും പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അത് നമ്മൾ കണ്ണൂർക്കാരുടെ ഒരു കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാണ്. അങ്ങനെ ഞാനത് ഒറ്റയടിക്ക് നിർത്തി. ഇത് പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല. 5 മാസം ആകുമ്പോഴാണ് ഈ 10-ാം തീയതി. അമ്മയുടെ സ്നേഹമാണ് കാരണം. സ്നേഹം, കെയറിങ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതൊരു കാരണം എന്ന് പറയാം. എനിക്കും തോന്നണം, അത് തോന്നിപ്പിക്കുക എന്നാന്നുള്ള ഒരു കാര്യമാണ്. അതെ അതെ അതല്ലേ, അത് ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അയാൾ അത്രയും വിലപ്പെട്ടതായിരിക്കും. അതെ അതെ അതെ, തീർച്ചയായും. അപ്പോൾ അതിന് ഈ കല്യാണമോ ഇതൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ, അവൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്നേഹം, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്, ആ ബോണ്ടിങ് മതി. നമ്മളിപ്പോൾ ഒന്നിച്ച് സിനിമക്ക് പോകും, നമ്മൾ ഒന്നിച്ച് യാത്രകൾക്ക് പോകാറുണ്ട്. യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വലിയ യാത്ര സ്നേഹിയൊന്നും, പക്ഷേ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ട് കറങ്ങാൻ പോകും, യാത്ര പോകും, നമ്മൾ ഒന്നിച്ച് യാത്ര പോകാറുണ്ട്, സിനിമക്ക് പോകാറുണ്ട്, ഓരോ പ്രോഗ്രാംസിന് പോകാറുണ്ട്. എന്തേ പൊക്കൂടെ, ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി, ഞാനൊരു പുതിയ വണ്ടി എടുത്തു. ആ വണ്ടി എടുക്കാൻ പോയപ്പം എൻ്റെ കൂടെ വരാൻ എൻ്റെ ഒരു ആൺ സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ, ഞാൻ സ്ഥിരമായിട്ട് ആൺ സുഹൃത്തിൻ്റെ കൂടെ പിന്നെ സിനിമക്ക് പോകുന്നു, നമ്മൾ ചിലപ്പോൾ യാത്ര പോകുന്നു, ഇതൊക്കെ പോകുന്നു. നിങ്ങളെന്താ കൂണ്ടെന്ന് വിളിക്കുമോ? എൻ്റെ വിളിക്കുമോ? അതെന്താ ഒരു പെൺകുട്ടി ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പെൺകുട്ടിയോട് കൂടെ എനിക്ക് പോകാൻ പാടില്ലേ? അതിന് മാത്രം എന്താണ് നിങ്ങൾ ഈ അവിഹിതം എന്ന് പറഞ്ഞ് കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും പാടില്ലേ മനുഷ്യന്മാർക്ക്? ഒരാൾ സന്തോഷിക്കാൻ പാടില്ലേ? ഒരാൾക്ക് ജീവിതത്തിൽ ഈ ഒരു ട്രാജഡി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് തന്നെയാണോ പ്രേക്ഷകർ വിചാരിക്കുന്നത്? നമുക്കൊന്നും സന്തോഷിക്കാൻ പാടില്ല. സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല മലയാളികൾക്ക് പൊതുവെ. വേറൊരാൾ സന്തോഷിക്കുന്നത് അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം അത്രയും പ്രിയപ്പെട്ട ഒരാൾ, അതായത് ജീവിതത്തെ മൊത്തം ട്രാൻസ്ഫോം ചെയ്തു എന്നൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരാളെയാണ് ഈ ദുർനടപ്പുകാരി എന്നുള്ള ഇതിലൊക്കെ
നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോകളുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ മൊത്തമായിട്ട് കോപ്പി ചെയ്ത് വിട്ടിട്ട് സ്ലോ മോഷനിൽ ഇട്ടിട്ട് യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള കഥകൾ അങ്ങനെ. ഇപ്പോൾ കണ്ണൂർക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അവർക്ക് വരുന്ന ഒരു രക്തത്തിളപ്പുണ്ട്, എല്ലാവരെയും അല്ല, അതിലുള്ള യുവാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു രക്തത്തിളപ്പുണ്ട്. അത് മുഴുവനായി പ്രതികരിക്കും പെട്ടെന്ന്. ചിലപ്പോൾ അത് കായികമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് വാക്കുകളെ കൊണ്ടായിരിക്കാം. ഇതെങ്ങനെ പിടിച്ചു വയ്ക്കുന്നു? ഈ പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എൻ്റെ ടമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന പറയാമല്ലോ. എസ്പെഷ്യലി ഈ പറയുന്ന ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്. പച്ച മലയാളത്തിൽ മായും കായും പൂയും തായും ചേർത്ത് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എൻ്റെ ഒരു വിഷയമായെങ്കിൽ ഞാൻ വിടും, കോട്ടെ. ആ പാവം പെണ്ണിനെ എന്തിനാണ് തെറി വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് പോയി പറയുന്നത്? പോട്ടെ, എന്നെ പറയുന്നുണ്ട്, എന്നെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അടക്കം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മേനെ അടക്കം, എൻ്റെ മരിച്ചുപോയ അച്ഛനടക്കം പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ട് ഇതിലേക്ക് വിടും. എന്നുവെച്ചാൽ അത് കുറേ കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ക്ഷമാശീലമാണ്. ഇതൊക്കെ വിളിക്കാനും പറയാനും അറിയാനില്ല. എന്ന് വെച്ചാൽ ഈ കാണുന്നതിൽ ഭൂരിഭാഗം നല്ല കമൻറ്റ് വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരാൾ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് സന്തോഷമുള്ള ആൾക്കാർ, നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, നല്ല പ്രേക്ഷകരുണ്ട്, നല്ല നമ്മളെ ഈ സീരിയലിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന അമ്മമാരും കുടുംബാംഗങ്ങളും ഇവരൊക്കെയുള്ള ആണ് ഞാൻ ഈ ചെയ്യുന്ന ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടാവും. ഇവരുടെക്കൊക്കെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ കൂടി കാണേണ്ടതായതുകൊണ്ട് എനിക്കൊരു തെറിവാക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ പറയാൻ അറിയുന്ന ആളാണ്, നല്ലോണം വിളിക്കുന്ന ആളാണ് ഞാൻ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിക്കുന്ന ആളാണ്. പക്ഷേ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാനൊന്നും വിളിക്കുന്നില്ല. പക്ഷേ അത്രക്കും ദേഷ്യം എനിക്കിതൊക്കെ കാണുമ്പോൾ വരുന്നുണ്ട്. എനിക്കത് പ്രശ്നമല്ല, പക്ഷെ അവളത് കണ്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കമൻറ്റോളികൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പൊട്ടിത്തെറിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ തീർച്ചയായും പച്ചത്തെറിയാൻ വിളിച്ചു പറയും. അത് വീട്ടിലിരിക്കുന്ന അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആയാലും ശരി, അത് കേൾക്കേണ്ടി വരും.